ഹായ് ഫ്രണ്ട്സ്, ഇത് നോട്രി എന്നാണ്. അപ്പം നമ്മൾ ഇന്ന് ഒരു സെക്കൻഡ് മൊബൈലായിട്ടല്ല വന്നിരിക്കുന്നത്, ഒരു പുതിയ മൊബൈലായിട്ട് വിവോയുടെ Y11 5G എന്ന് പറഞ്ഞ മൊബൈലാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മളൊരു ഫ്ലിപ്പ് കവർ, സ്ക്രീൻ ഗാർഡ് ഇതെല്ലാം ഇതിൻ്റെ കൂടെ സെപ്പറേറ്റും എടുത്തേക്കണയാണ് കസ്റ്റമർ. നമ്മൾ ഇതിനോട് ഫ്രീ കൊടുക്കുന്നില്ല. അപ്പം ഇതിൻ്റെ കസ്റ്റമർ ചോയ്സ് ചെയ്തേക്കുന്ന ഒരു ഡാർക്ക് ബ്ലൂ കളറാണ്. അതുപോലെ ഇതൊരു 4GB 64GB എഡിഷനാണ്. ഇതൊരു അൺബോക്സിങ് ആൻഡ് റിവ്യൂ വീഡിയോ അല്ല കേട്ടോ. മെയിനായിട്ട് ഒരു പേരൻസിന് എങ്ങനെയാണ് മൊബൈൽ സെറ്റ് ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ ആണ്. അപ്പോൾ അവരുടെ പേരൻസിന് വേണ്ടിയാണ് അവരിത് എടുത്തേക്കണേ. അപ്പോൾ ഇതൊരു 15,000 ബഡ്ജറ്റിലുള്ളൊരു മൊബൈലാണ്. ഈ 15,000 നിന്ന് ഒരുപാട് നല്ല മൊബൈൽ ഇപ്പോൾ കിട്ടാനില്ല. പണ്ട് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കണേ IQ, അങ്ങനെ ഒരുപാട് റിയൽമി, നല്ല കുറേ പെർഫോമൻസായിട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള മൊബൈലുണ്ട്. ഇപ്പോഴത്തെ കാലത്ത് നിങ്ങൾക്കറിയാലോ, ഭയങ്കരമായ ബഡ്ജറ്റ് കയറിയ കൊണ്ട് തന്നെ ഞങ്ങൾ ഒരിക്കലും ഒരു പുതിയ ഫോൺ ഈ ടൈമിൽ പർച്ചേസ് ചെയ്യാൻ പറയത്തില്ല. അപ്പോൾ ഇത് അവർക്ക് അത്യാവശ്യമായിട്ട് മാത്രം ഞങ്ങൾ കൊടുക്കുന്നതാണ്. ഈ ബ്ലൂ കളർ കാണാൻ അത്യാവശ്യം നല്ലതാണ്, പക്ഷേ ഇതിന് 4GB RAM ഉള്ളതെന്ന് ഓർക്കുമ്പോൾ ഇത് വളരെ ഷോക്കാണ്. പക്ഷേ ഈ ബഡ്ജറ്റ് നമുക്ക് വേറെ ഫോണില്ല ഗൈസ്, അതാണ് മെയിൻ കുഴപ്പം. അപ്പം ഇതിൻ്റെ കൂടെ കിട്ടുന്ന ചാർജർ, കേബിള്, അതൊരു TPU കേസ്, ഇത്രയാണുള്ളത്. ഈ TPU കേസ് ഒരിക്കലും നിങ്ങൾ പേരൻസിന് കൊടുക്കാതിരിക്കുക. ഈ TPU കേസിന് ഫോൺ ടാച്ചടിയാൽ ഉടനെ തന്നെ ഡാമേജ് ആവണമായിരിക്കും. അപ്പം നിങ്ങൾ പേരൻസിന് എപ്പോഴും കൊടുക്കുമ്പോൾ ഫ്ലിപ്പ് കവർ തന്നെ പ്രിഫർ ചെയ്യുക. അതുപോലെ സ്ക്രീൻ ഗാർഡ് നല്ല തോറും തന്നെ ഒട്ടിച്ച് കൊടുക്കുക. മെയിനായിട്ട് പേരൻസ് എപ്പോഴും താഴെ ചടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ അതനുസരിച്ച് നല്ല രീതിയിൽ കെയർ ചെയ്യണം. അതുപോലെ ഇതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വളരെ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. പ്രത്യേകിച്ച് പേരൻസിനെ സെറ്റ് ചെയ്യുമ്പോൾ, പേരൻസിന് വേണ്ടി നമ്മൾ ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ബാർ മേളിൽ നിന്ന് സ്വൈപ്പ് ചെയ്യുമ്പോൾ വരാനുള്ള നോക്കുക. അതുപോലെ അൺവാണ്ടഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ഫോണിൽ കയറാതിരിക്കാൻ ശ്രമിക്കുക. അതുപോലെ കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഏകദേശം നോക്കി അറിയാം. അതുപോലെ ബാറ്ററി ഐക്കൺ ഔട്ട്സൈഡ് കൊടുക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പേരൻസിന് കാണാൻ എളുപ്പമായിരിക്കും. ഇത് കൂടാതെ ഒരുപാട് സെറ്റിങ്സുകൾ ഞങ്ങൾ ചെയ്തതിന് ശേഷമാണ് പേരൻസിന് ഫോൺ കൈമാറാറ്. അപ്പോൾ ഈ ഫോണിൻ്റെ സെറ്റിങ്സ് ഏകദേശം കംപ്ലീറ്റ് ആയിരിക്കുന്നു. അപ്പോൾ ഇതൊരു പേരൻസിന് വേണ്ടിയുള്ള ഫോൺ ആയതുകൊണ്ട് കേട്ടോ ഇത്രമാത്രം ടെസ്റ്റ് ചെയ്യുകയും ചെക്ക് ചെയ്യുകയൊക്കെ ചെയ്യണേ. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവർക്ക് അനാവശ്യമായിട്ടുള്ള കണ്ടൻറ്റോ കാര്യങ്ങളോ ഒന്നും വരാതിരിക്കാൻ മാക്സിമം സെറ്റ് ചെയ്തതിന് ശേഷമാണ് ഞങ്ങളിത് കൊടുക്കുന്നത്. ലാസ്റ്റ് ഒന്ന് റീചെക്കിങ് കൂടെ ചെയ്യുന്നുണ്ട്. അതുപോലെ ഇത് ദൂരത്തോട്ട് വല്ലതും കൊറിയർ ചെയ്യാനുള്ളതാണെങ്കിൽ കൊറിയറും ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. അതുപോലെ തന്നെ മാക്സിമം നിങ്ങൾ ഷോപ്പിൽ വരാൻ നോക്കുക. നിങ്ങൾക്ക് മാക്സിമം ഓഫറും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രീ ബുക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് എന്ത് ടൈപ്പ് കവർ വേണം, ഏത് ടൈപ്പ് കേസ് വേണം, എല്ലാം ചെയ്യാവുന്നതാണ്. അതുപോലെ എന്തെങ്കിലും ഇതുപോലത്തെ എൻക്വയറി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് പെടാവുന്നതാണ്. ഓക്കെ ഗൈസ്.